ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് ഞാനിപ്പോൾ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. അതിൽ ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വർക്കാണ്. ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി ആയിരിക്കും സാരി വരുന്നത്. കംപ്ലീറ്റ് ഈ ഒരു ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം, അതെല്ലാം വൺ ലെയറിൽ ഡ്രൈപ്പ് ചെയ്താൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരി. ഒരു പാർട്ടി വെയർ കാറ്റഗറിയിൽ വരുന്ന നല്ലൊരു സോഫ്റ്റ് ടിഷ്യൂ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും സാരിക്ക്. ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. മുകൾ ഭാഗത്ത് വരുമ്പോൾ ബോഡി കംപ്ലീറ്റ് ഒരു ലൈൻസ് ആണ്, ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ടെക്സ്ചറിലാണ് ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ലൈൻസിലായിരിക്കും ബോഡി വരുന്നത്. അതിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത്. ആപ്ലിക്കോക്കിലാട്ടോ, ആപ്ലിക്കോക്ക് വന്നിട്ട് അതിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് സാരിയിൽ. ഫ്ലോറൽ ആപ്ലിക്കോക്ക് തന്നെ ആയിരിക്കും ലോവർ ഏരിയ കംപ്ലീറ്റ് വരിക. നമ്മൾ ഡ്രൈപ്പ് ചെയ്യുമ്പോഴും ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും. താഴെ ഭാഗം കംപ്ലീറ്റ് അതേ ആപ്ലിക്കോക്കിൽ തന്നെ ആയിരിക്കും വരുന്നത് സാരിക്ക്. റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. സെയിം ടോണിൽ തന്നെ ഈ ഒരു സെൽഫ് ലൈൻസിൽ തന്നെയുള്ള റണ്ണിങ് ബ്ലൗസ് ആണ് സാരിയുടെ കൂടെ വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു ഷാമ്പെയിൻ പിങ്കും റോസ് ഗോൾഡും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ് ആ ഒരു ആപ്ലിക്കോക്ക് തന്നെ ആയിരിക്കും വരുന്നത് സാരി. ലോവർ ഏരിയ കംപ്ലീറ്റ് ഫ്ലോറൽ ഡിസൈൻസിൽ ആ ഒരു ഡാർക്ക് പിങ്കിലാണ് ആപ്ലിക്കോക്ക് വരുന്നത് സാരിയിൽ. ഫ്ലോറൽ ഡിസൈൻസ് ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും സാരിക്ക് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് വരുന്നത് ഇതേ പാറ്റേണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. വീണ്ടും ഫ്ലോറൽ ആപ്ലിക്കോക്ക് തന്നെ സാരി വരുന്നത്. കളറും നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു ഗ്രേ ടിൻറ്റഡ് ചിക്കു ആണ്, ലൈറ്റ് ചിക്കു ആണ് സാരിയുടെ ഷെയ്ഡ്. അതൊരു ഗ്രേ ടിൻറ്റ് കൂടി വന്നിട്ടുണ്ട്. സെയിം സ്റ്റൈൽ ആപ്ലിക്കോക്ക്, ബ്ലൗസ്. നെക്സ്റ്റ് കളർ റോസ് ഗോൾഡും പീച്ചും കൂടിയുള്ള കോമ്പിനേഷൻ ആണ്. പീച്ച് ബ്ലെൻഡഡ് റോസ് ഗോൾഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫ്ലോറൽ ആപ്ലിക്കോക്ക് തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു സേജ് ഗ്രീൻ ആണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. അതിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആപ്ലിക്കോക്ക് തന്നെ ഫ്ലോറൽ ആപ്ലിക്കോക്ക്, റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഓർഗൻസ ഫാബ്രിക്കിൽ പോയിന്റ് എംബ്രോയിഡറിയിലാണ് സാരി വന്നിരുന്നത്. ടർക്കിഷ് ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ ഡബിൾ സൈഡിലും പോയിന്റ് എംബ്രോയിഡറി ആണ്. സെൽഫ് ടോണിൽ തന്നെയുള്ള പോയിന്റ് എംബ്രോയിഡറി ആയിരിക്കും വരുന്നത്. നല്ലൊരു പൗഡർ ബ്ലൂ ആണ് സാരിയുടെ കളർ വരുന്നത്. അതിൽ ആ ഒരു ബ്ലൂ ടോണിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്കാണ് ഫുൾ ബോഡിയിൽ വരിക. ഈ ഒരു പാറ്റേണിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ബോർഡർ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും. മുന്താണിയും ബോഡി എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ അതേ ആ ഒരു എംബ്രോയിഡറി വർക്ക്, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. പോയിന്റ് എംബ്രോയിഡറി പാറ്റേണിൽ തന്നെ ആയിരിക്കും. ബോർഡർ, ബോഡി വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. മുന്താണിയും സെയിം പാറ്റേൺ തന്നെ അതേ ആ ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ്. നല്ലൊരു അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്ക്, പോയിന്റ് എംബ്രോയിഡറി വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ. ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. നല്ലൊരു ഓഷ്യൻ ഗ്രീൻ ആണ് സാരിയുടെ കളർ വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് റണ്ണിങ് ബ്ലൗസ്.